അപ്പോൾ ഈ സെഷൻ നമുക്ക് +1 മാത്സിലെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ തുടരുകയാണ്. സെക്കൻഡ് വീഡിയോ ആണിത്. ഇതിലെ ആംഗിൾസ് രൂപം കൊള്ളുന്ന വിധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആംഗിൾസ്, ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൈനാണ്. ഇപ്പോൾ ലൈനിനെ ഇങ്ങനെ സൂചിപ്പിക്കുക. ലൈന് അനന്തമായി റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നീണ്ടു കിടക്കണം. അനന്തമായി നീണ്ടു കിടക്കണം. അങ്ങോട്ട് അനന്തമായി നീളുന്നു, ഇങ്ങോട്ട് അനന്തമായി നീളുന്നു. ഏതെങ്കിലും 2 പോയിന്റ് വെച്ചാൽ ലൈനിനെ നമുക്ക് മെഷർ ചെയ്യാം. 2 പോയിന്റ് മതി. എയും ബിയും, മറ്റേ BA ഒരു ലൈനാണ്, അല്ലെങ്കിൽ OA. ഏതെങ്കിലും 2 പോയിന്റ് ഒരു ലൈനിനെ നിർണ്ണയിക്കുന്ന പറയാം. 2 പോയിന്റ് മതി ലൈനിനെ നിർണ്ണയിക്കാൻ. എന്നാൽ ലൈനിന് അഗ്രബിന്ദുക്കളില്ല, എൻ പോയിന്റ്സ് ഇല്ല എന്നർത്ഥം. ലൈനിന് ഒരിക്കലും എൻ പോയിന്റ്സ് ഇല്ല. ലൈനിന് ഒരു എൻ പോയിന്റ് ഉണ്ടെങ്കിൽ, ഒരു ലൈനിന് ഒരു എൻ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ റേ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു റേ ആണെന്നർത്ഥം. ഒരു ലൈനിന് ഒരു എൻ പോയിന്റ് ഉണ്ടെങ്കിൽ, ലൈനിന് എൻ പോയിന്റ് ഇല്ല, പക്ഷെ ഒരു ലൈനിന് ഒരു എൻ പോയിന്റ് വരികയാണെന്ന് വെച്ചാൽ അതിനെ റേ എന്നാണ് വിളിക്കുക. ഇത് ഒരു എൻ പോയിന്റ്, O എന്നുള്ള എൻ പോയിന്റ്, Oയിൽ നിന്ന് Aയിലേക്കുള്ള റേ ആണത്. റേ എന്നുള്ള കോൺസെപ്റ്റ്. 2 എൻ പോയിന്റ് ഒരു ലൈനിൽ വരികയാണെന്ന് വെച്ചാൽ അതിനെ ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കും. ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കും. ഇതാണ് ലൈനിനെ കുറിച്ച് പറയാനുള്ളത്. ഈ റേ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആംഗിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ റേ ഒരു OA എന്ന് പറഞ്ഞ റേ ഇവിടെ വന്നു. ഇതിൻ്റെ ഒറിജിനൽ റേ OA ആണ്. ആദ്യത്തെ റേ, ഒറിജിനൽ റേ OA. ആ OA എന്നുള്ള ഒറിജിനൽ റേനെയാണ് ഇനീഷ്യൽ സൈഡ് എന്ന് പറയുക. ദ ഒറിജിനൽ റേ ഈസ് കാൾഡ് ദ ഇനീഷ്യൽ സൈഡ്. ഇതിനെയാണ് ഇനീഷ്യൽ സൈഡ് എന്ന് പറയുക. ഈ റേ ഇവിടെ നിന്ന് O എന്നുള്ള വെർട്ടെക്സ് എബൌട്ട് ദ വെർട്ടെക്സ് O ഇത് റൊട്ടേറ്റ് ചെയ്യണം. ഈ ഇനീഷ്യൽ സൈഡ് റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഡയറക്ഷൻ പറയാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ പറയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്കിലെ സൂചി തിരിയുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ ഈ OA എന്നുള്ള ഈ ഇനീഷ്യൽ സൈഡ് അത് O കേന്ദ്രമാക്കി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു എന്ന് വിചാരിക്കുക. OA എന്നുള്ള ലൈന് O കേന്ദ്രമാക്കി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ പോസിറ്റീവ് എന്ന് പറയും. ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നതാണ് പോസിറ്റീവ് ആംഗിൾ. അപ്പോൾ ദ ഫൈനൽ പൊസിഷൻ ആഫ്റ്റർ ദ റൊട്ടേഷൻ ഇസ് കാൾഡ് ടെർമിനൽ സൈഡ്. ഈ ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ ഈ ഇനീഷ്യൽ സൈഡ് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ, ഈ OA ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ ഈ സൈഡിന് പറയുന്നതാണ് ടെർമിനൽ സൈഡ്. പിന്നെ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ റൊട്ടേഷൻ ഇസ് ഡൺ ഇസ് കാൾഡ് ദ വെർട്ടെക്സ്. ഈ പോയിന്റിന് ഏത് പോയിന്റിനെ കേന്ദ്രമാക്കിയിട്ടാണോ റൊട്ടേഷൻ നടക്കുന്നത്, അബൌട്ട് വിച്ച് ദ റൊട്ടേഷൻ ഇസ് ഡൺ, ഏത് പോയിന്റിനെ കേന്ദ്രമാക്കിയിട്ടാണോ റൊട്ടേഷൻ നടക്കുന്നത് ആ പോയിന്റിനാണ് വെർട്ടെക്സ് എന്ന് പറയാം. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. The angle is said to be positive if the rotation is in anti-clockwise direction. Rotation anti-clockwise directionലാണ് ഉള്ളതെങ്കിൽ ആ ആംഗിളിനെ പോസിറ്റീവ് ആണെന്ന് പറയും. ഇനി അടുത്തത്, the angle is said to be negative if the rotation is clockwise. ഈ OA ഇനീഷ്യൽ സൈഡ് താഴത്തേക്ക് ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ ആംഗിളിന്റെ മെഷർമെന്റ് നെഗറ്റീവ് ആണെന്ന് പറയും. അത്രേ ഉള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു റേ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ സൈഡ്, ഒറിജിനൽ റേക്ക് ഇനീഷ്യൽ സൈഡ് എന്ന് പറയുന്നു.
ഇനീഷ്യൽ സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് ഒരു അവസാനത്തെ പൊസിഷനെത്തി. ആ പൊസിഷനെ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നു. ഏത് പോയിന്റിനെ കേന്ദ്രമാക്കിയിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത് ആ പോയിന്റിനെ വെർട്ടെക്സ് എന്ന് പറയുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനുള്ള ആംഗിൾ പോസിറ്റീവ്. അതേപോലെ ക്ലോക്ക് വൈസ് റൊട്ടേഷനുള്ള ആംഗിൾ നെഗറ്റീവ്. ഇത്രയും കാര്യമാണ് ഇതിൽ കാര്യം മനസ്സിലാക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ, എങ്ങനെ ആംഗിളുകൾ അളക്കാം എന്നുള്ളതാണ് ഇനി പഠിക്കുന്നത്. ആംഗിളുകൾ അളക്കാൻ പഴയൊരു മെഷറിംഗ് സമ്പ്രദായം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഡിഗ്രി മെഷറാണ് അല്ലേ. ഡിഗ്രി മെഷേഴ്സൊക്കെ നമുക്കറിയാം. അതല്ലാത്ത മറ്റൊരു മെഷർ കൂടിയുണ്ട്, റേഡിയൻ മെഷർ. സത്യത്തിൽ ആ റേഡിയൻ മെഷറാണ് ഇനി തുടർന്ന് വരുന്ന എല്ലാ അധ്യായത്തിലും ഉപയോഗിക്കുന്ന ആംഗിൾ മെഷർ. അപ്പോൾ അത് മനസ്സിലാക്കണം വെച്ചാൽ ആദ്യം ഡിഗ്രി മെഷറിനെ കുറിച്ച് പറയും. മെഷർമെൻറ്റ് ഓഫ് ആംഗിളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഒന്നാമത്തെ മെഷർമെൻറ്റ് ഡിഗ്രി മെഷർ, ഡിഗ്രിയിൽ ആംഗിൾ മെഷർ ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് ഡിഗ്രി ആയിരിക്കും. റേഡിയൻ മെഷർ വേറൊരു യൂണിറ്റാണ്, അത് പറയാം. ആദ്യം ഡിഗ്രി മെഷറിനെ കുറിച്ച് പറയാം. നമ്മൾ ഇതുവരെ 360 ഡിഗ്രി വരെയുള്ള കണക്കുകളെ ചെയ്തിട്ടുള്ളൂ. 10ാം ക്ലാസ്സിൽ 360 ഡിഗ്രി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലും ഡിഗ്രികൾ ഏത് അളവിലും ഡിഗ്രി മെഷർ ചെയ്യാം. എത്ര തവണ ചുറ്റുന്നുള്ളതിനനുസരിച്ച് അത്രയും ഡിഗ്രി വരും. അപ്പോൾ ആ മെഷർമെൻറ്റ്, ആ രീതിയിൽ നമ്മൾ ഈ മെഷർമെൻറ്റ്, ഡിഗ്രി മെഷർമെൻറ്റിനെ അല്ലെങ്കിൽ ആംഗിളിൻ്റെ മെഷർമെൻറ്റിനെ അങ്ങനെ കാണണം എന്നർത്ഥം. ഏത് റിയൽ നമ്പറും ആംഗുലർ മെഷറായിട്ട് വരാം. 360 ഡിഗ്രി മാത്രമല്ല വരും. നോക്കാം എങ്ങനെ വരികയെന്ന്. അപ്പോൾ ഡിഗ്രി മെഷറാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുന്നത്. റേഡിയൻ മെഷർ പിന്നീട് പഠിക്കാം. അപ്പോൾ ഡിഗ്രി മെഷർ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? സാധാരണ ഡിഗ്രി മെഷർ എന്ന് എഴുതി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ, ഒരു റേ ഇങ്ങനെ എടുത്തു. OA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റേ എടുത്തു. OA റേ ഇത് കംപ്ലീറ്റ് ഒരു ഒറ്റ റൊട്ടേഷൻ ഫുള്ളായി റൊട്ടേറ്റ് ചെയ്തു. ഒരു സർക്കിൾ ഫുള്ളായി റൊട്ടേറ്റ് ചെയ്തു വന്ന് അവിടെ തന്നെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ OA = OA എത്തും. അപ്പോൾ എത്ര ഡിഗ്രി? ഏത് ദിശയിൽ? ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ദിശയ്ക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും, ഈ ദിശയ്ക്ക് ക്ലോക്ക് വൈസ് എന്ന് പറയും, ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ഈ റേ ഇങ്ങനെ ചുറ്റി ഇവിടെ തന്നെ എത്തി. അപ്പോൾ എത്ര ഡിഗ്രി കവർ ചെയ്യും? 360 ഡിഗ്രി കവർ ചെയ്യുമല്ലോ. 360 ഡിഗ്രിയാണ്. ഒരു ഫുൾ സർക്കിൾ ഒരു റേ ചുറ്റിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഈക്വൽ ടു 360 ഡിഗ്രി ആണല്ലോ. ആ 360 ഡിഗ്രി ഇങ്ങനെ എഴുതും. ഇനി ഡിഗ്രിയുടെ താഴെയുള്ള ചില യൂണിറ്റുകളുണ്ട്, അത് പഠിക്കണം. അത് 10ാം ക്ലാസ് പഠിച്ചിട്ടില്ല. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് പറയും. അത് നമ്മൾ ക്ലോക്കിലെ സമയം പറയുന്ന മിനിറ്റ് അല്ല, ശ്രദ്ധിക്കുക. ഇത് ഡിഗ്രി അളവിൻ്റെ 60-1. ഒരു ഡിഗ്രിയുടെ 60, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 60 മിനിറ്റ് കൂടി ഒരു ഡിഗ്രി ആവും. അപ്പോൾ 60 മിനിറ്റ് ഇങ്ങനെ എഴുതുക. മുകളിലൊരു ഡാഷ് ഇടും, 60 ഡാഷ് ഇടും. 60 മിനിറ്റ് ഇങ്ങനെ എഴുതുക. അതേപോലെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അത് 60 സെക്കൻഡ് ഇങ്ങനെ എഴുതും. അപ്പോൾ സെക്കൻഡ് വരെ സൂക്ഷ്മമായിട്ട് ഡിഗ്രീനെ അളക്കാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചു. ഇനി എങ്ങനെയൊക്കെ അളക്കുന്നു നോക്കുക. ഇത് ഫുൾ സർക്കിൾ ഒരു തവണ ചുറ്റി വന്നാൽ 360 ഡിഗ്രി. 2 തവണ ചുറ്റി എത്രയോ? 720 ആവും. 3 തവണ ചുറ്റി 1080 ആവും. അപ്പോൾ അങ്ങനെ എത്ര വേണമെങ്കിൽ ചുറ്റാം. മനസ്സിലായി? ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കാം. അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏത് രേഖീയ സംഖ്യയിലും ഏത് റിയൽ നമ്പർ സിസ്റ്റത്തിലും ഏത് റിയൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഡിഗ്രീനെ അളക്കാം. മനസ്സിലായോ? അതാണ് ഒരു രീതി. മറ്റൊന്ന് ഇതാ, ഈ OA എന്നുള്ള രശ്മി, ഈ OA എന്നുള്ള റേ ഒരു ഹാഫ് സർക്കിൾ ചുറ്റുന്നു. നോക്കൂ, ഇവിടുന്ന് ഇവിടുത്തെ ചുറ്റുന്നു. ഇത് ഡയറക്ഷൻ ഏതാണെന്ന് നോക്കൂ. ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ 180 ഡിഗ്രി ഇങ്ങനെ വരും. ഇനി ഇത് നോക്കൂ. OA ആണ് ആദ്യത്തെ ഒറിജിനൽ റേ, അതായത് ഇനീഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. OA ആണ്. OA എന്ന് ചുറ്റുന്നു. എത്ര ചുറ്റുന്നു? 90 ഡിഗ്രി. ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്നു 90 ഡിഗ്രി. ഇനി OA, ഈ OA എന്നുള്ള രശ്മി
ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ ഇങ്ങനെ ചുറ്റുന്നു. എത്ര ചുറ്റുന്നു? ഇവിടെ 180 ആയി, പിന്നെ ഒരു 90 ചുറ്റിയ 270, ഇവിടെ വരുമ്പോൾ 270 ആയി. അപ്പോൾ ഈ ഭാഗത്തെ ആംഗിൾ എല്ലാം നോക്കണം കേട്ടോ. ഈ ഭാഗത്ത് എത്ര ഡിഗ്രി പോയി നോക്കട്ടെ. എത്ര ഡിഗ്രി പോയി? 270 ഡിഗ്രി പോയി. ഇനി അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ ദിശയിൽ ചുറ്റുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയും. ഒക്കെ പോസിറ്റീവാണ്. 360 പോസിറ്റീവാണ്, 150 പോസിറ്റീവാണ്, 90 പോസിറ്റീവാണ്, 270 പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് നോക്കുക. അതായത് OA ഇങ്ങോട്ട് ചുറ്റുന്നു ഈ ഡയറക്ഷനിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ നടത്തും. അത് നെഗറ്റീവാണ് കണക്കാക്കുക. അപ്പോൾ നെഗറ്റീവ് 60 ഡിഗ്രിയാണ് ഇവിടെ വരും. OAന്ന് നെഗറ്റീവ് 60 ഡിഗ്രി വരുമ്പോൾ ഇങ്ങോട്ടാ ചുറ്റുന്ന അർത്ഥം. ഇതവിടെ വന്നു 60, നെഗറ്റീവ് 60. നോക്കിക്കോളൂ, നെഗറ്റീവ് 90 നോക്കിക്കോളൂ, നെഗറ്റീവ് 90 അവിടെ. OA ഇങ്ങോട്ട് ചുറ്റുന്നു, ഇങ്ങോട്ട് ഇങ്ങനെ ചുറ്റി ഇവിടെ എത്തുന്നു. അപ്പോൾ ഈ ഭാഗം നെഗറ്റീവ് 90ആണ്. ഈ ഭാഗം 270ആണ്, പോസിറ്റീവ് 270ആണ്. മനസ്സിലായോ? ഈ ഭാഗം പോസിറ്റീവ് 270, ഈ ഭാഗം നെഗറ്റീവ് 90. അതേപോലെ നോക്കൂ, OA ഇങ്ങോട്ട് ചുറ്റുന്നു. ഏത് ഡയറക്ഷനിൽ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റിയിട്ട് ഇത്ര വരുമ്പോൾ ഇത്ര നെഗറ്റീവ് 270 വരും. നെഗറ്റീവ് 270. ഇനി നെഗറ്റീവ് ചുറ്റാണ് കേട്ടോ. ക്ലോക്ക് വൈസിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞു വിചാരിക്കുക. ഒരു കംപ്ലീറ്റ് ചുറ്റും പിന്നീട് 60 ഡിഗ്രി ഇങ്ങോട്ട് പോകുന്നു വിചാരിക്കുക. അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ചുറ്റണം. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് 360 ഇവിടെ വരുമ്പോൾ 360 പിന്നെ 60, 360, 60, 420. അപ്പം നെഗറ്റീവ് 420 വരും. അങ്ങനെ ഏത് രേഖീയ സംഖ്യയും നമുക്ക് ആംഗിൾ അളവായി സൂചിപ്പിക്കാം. പോസിറ്റീവ് രേഖീയ സംഖ്യ വയ്ക്കാം, നെഗറ്റീവ് റിയൽ നമ്പർ. രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. ഏത് റിയൽ നമ്പറിനെയും നമുക്ക് ആംഗിളിൻ്റെ മെഷറായിട്ട് സൂചിപ്പിക്കാം. അതാണ് പറയാനുള്ളത്. പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ ഫ്രാക്ഷൻ നമ്പേഴ്സ് വരാം, ഇറാഷണൽ നമ്പർ വരെ വരാം. ഏത് റിയൽ നമ്പറും നമുക്ക് ആംഗുലർ മെഷർമെൻറ്റിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ മെഷർമെൻറ്റിൻ്റെ ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മളൊന്ന് വിപുലപ്പെടുത്തി എന്നർത്ഥം. മനസ്സിലായോ? ഒന്ന് വിപുലപ്പെടുത്തി. അത് എത്ര ചുറ്റാന്നർത്ഥം. അപ്പോൾ 360 ചുറ്റെങ്കിൽ അടുത്ത ചുറ്റ് 720, അടുത്ത ചുറ്റ് 720, അടുത്ത ചുറ്റ് 1080 വരും. അത്രേ വ്യത്യാസമുള്ളൂ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചുറ്റിക്കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി റേഡിയൻ മെഷറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡിഗ്രി മെഷറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മളിതുവരെയും പഠിച്ചത് ഡിഗ്രി മെഷർ ആയിരുന്നു. അപ്പോൾ ഡിഗ്രി മെഷറിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി റേഡിയൻ മെഷർ എന്താണെന്ന് മനസ്സിലാക്കാം. റേഡിയൻ മെഷറിന് വളരെ പ്രാധാന്യമാണ്. പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ മാത്തമാറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയൻ മെഷറാണ്. അതുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് എന്താ പിന്നീട് മനസ്സിലാക്കാം. എന്തുകൊണ്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് റേഡിയൻ മെഷറിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം റേഡിയൻ മെഷർ എന്താണ്? റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, റേഡിയസ് R ആയിട്ടുള്ള R റേഡിയസുള്ള ഒരു സർക്കിളിൽ ആൻ ആർക്ക് ഓഫ് ലെങ്ത് R, ഒരു ആർക്ക് എടുക്കുക, ഒരു വൃത്തഭാഗം എടുക്കുക. ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ആർക്ക്. ഇതൊരു ആർക്കാണ്. ഇത്രയും ഭാഗം ഞാൻ കൈ കൊടുത്തിരിക്കുന്ന ഭാഗം ഒരു ആർക്കാണ്. അതേമാതിരി ഇതൊരു ആർക്ക്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഭാഗം ഒരു ആർക്ക്, ഇതൊരു ആർക്കാണ്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ വൃത്തഭാഗം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കിൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആൻ ആർക്ക് ഓഫ് ലെങ്ത് R, ഈ ആർക്കിൻ്റെ ലെങ്ത്തും R തന്നെ ആയിരിക്കണം. ആ ആർക്ക് വിൽ സബ്റ്റെൻഡ്, അത് അതിൻ്റെ എതിർവശത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ. ഈ ആർക്ക് ഇതിൻ്റെ എതിർവശത്ത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനാണ് സബ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഈ ആംഗിളിനാണ് പറയുന്നത്. ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനാണ് പറയുക 1 റേഡിയൻ. നോക്കൂ, വിൽ സബ്റ്റെൻഡ് ചെയ്യാന്ന് പറയും. എതിർവശത്ത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് സബ്റ്റെൻഡ്. വിൽ സബ്റ്റെൻഡ് ആൻ ആംഗിൾ ഓഫ് 1 റേഡിയൻ. ഒന്നുകൂടെ വായിക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, ഒരു സർക്കിള് അതിൻ്റെ റേഡിയസ് R. ഈ കറുത്ത വര മാത്രം നോക്കുക, അതാണ് സർക്കിള്. അതിൻ്റെ റേഡിയസ് R. ആ റേഡിയസ് അതാണ് സർക്കിൾ ഓഫ് റേഡിയസ് R. ആൻഡ് ആർക്ക് ഓഫ് ലെങ്ത് R. ഇതേ R തന്നെ ഇങ്ങോട്ട് എടുത്തു, വളഞ്ഞ ഒരു വക്രരേഖ എടുത്തു. അത് R, അതിൻ്റെ അളവും R ആണ്. R എടുത്തു.
ഈ ആറ് സബ്റ്റെൻഡ് ചെയ്യുന്ന, അതായത് എതിർഭാഗത്ത് സെൻറ്ററിൽ കൊടുക്കുന്ന ആംഗിളാണ് ഈസ് വിൽ സബ്റ്റെൻഡ് ആംഗിൾ ഓഫ് 1 റേഡിയൻ. അപ്പോൾ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ആർ റേഡിയസ് ഉള്ള ഒരു വൃത്തത്തിൽ ആർ ലെങ്ത് ഉള്ള ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ നൽകുന്ന ആംഗിളിനെയാണ് ഒരു റേഡിയൻ എന്ന് പറയുക എന്നർത്ഥം. ഒന്നുകൂടെ പറയാം, ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആർ ആണെന്നിരിക്കട്ടെ. അതേ സർക്കിളിൽ ആർ തന്നെ നീളമുള്ള ഒരു ആർക്ക് എടുക്കുക, ഒരു വൃത്തഭാഗം എടുക്കുക. ആ വൃത്തഭാഗം അതിൻ്റെ കേന്ദ്രത്തിൽ നൽകുന്ന ആംഗിളിന് പറയുന്ന അളവാണ് 1 റേഡിയൻ. അതാണ് 1 റേഡിയൻ എന്ന് പറഞ്ഞ മെഷർ എന്നർത്ഥം. ഓക്കെ, അതിന് 3 സൈഡ് ഹെഡിങ്ങൾ വന്നിട്ടുണ്ട്. 1, 2, 3 A, B, C. ഒന്നാമത്തെ സൈഡ് ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേഷൻ ബിറ്റ്വീൻ L, R ആൻഡ് തീറ്റ. റിലേഷൻ ബിറ്റ്വീൻ L, R ആൻഡ് തീറ്റ. എല്ലും ആറും തീറ്റയും തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധം എളുപ്പത്തിൽ പറയാം, L = R തീറ്റയാണ്. L = R തീറ്റയാണ്. ഇതെങ്ങനെ വരുന്നതെന്നാണ്. എന്താ അതിൽ L, എന്താണ് R, എന്താണ് തീറ്റ, അതെങ്ങനെ വരുന്നതെന്ന് പഠിക്കാം. അതായത് R സെൻറ്റർ ആക്കിയിട്ടുള്ള ഒരു വൃത്തം ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ വൃത്തത്തിലെ 2 റേഡിയൻ മെഷറും എടുത്തു. ഒരു R ഇങ്ങനെ എടുത്തു, അതിനൊരു കേന്ദ്രത്തിൽ ഒരു റേഡിയൻ ഉണ്ട്, ഒരു റേഡിയൻ മെഷർ. ഇതാ ഈ ആർക്ക് ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന റേഡിയനാണ് ഒരു റേഡിയൻ. അതേപോലെ തന്നെ അടുത്തൊരു R ഇവിടെ ഉണ്ട്, ഇതേ നീളം തന്നെ ഇവിടെ എടുത്തു. അപ്പോൾ ഈ ആർക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്നതാണ് 1 റേഡിയൻ. അപ്പോൾ 2 റേഡിയൻ അടുത്തടുത്ത് വന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എത്രയാവും? മൊത്തം ഈ ആംഗിളിന് 2 റേഡിയൻ എന്ന് പറയും. ഈ 2 റേഡിയനെ സൂചിപ്പിക്കുന്ന മെഷറാണ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇൻ റേഡിയൻ മെഷറാണെന്ന് അർത്ഥം. ഇപ്പം ഈ ഉദാഹരണത്തിൽ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ അത്ര ഒരു 2 റേഡിയൻ, ഈ ഒരു റേഡിയനും ഈ ഒരു റേഡിയനിലൂടെ കൂടുന്നതായിരിക്കും തീറ്റ എന്നർത്ഥം. മനസ്സിലായോ? ഈ മൊത്തം അളവാണ് തീറ്റ. അപ്പോൾ 1 റേഡിയൻ്റെ ഇവിടെ 1 റേഡിയൻ, ഈ 2 റേഡിയനും കൂടുന്ന 2 റേഡിയനാണ് തീറ്റ എന്നർത്ഥം. ഇവിടെ ഈ പ്രത്യേക ഉദാഹരണത്തിൽ 2 റേഡിയനാണ് തീറ്റ എന്നർത്ഥം. ഓക്കെ, അത് പറഞ്ഞു. ഇനി L എന്താണ്? ഈ തീറ്റ റേഡിയൻ ഉണ്ടാക്കുമ്പോൾ ഏത് ആർക്കാണ് തീറ്റ റേഡിയൻ മെഷറുകൾ ഉണ്ടാക്കുന്നത്? തീറ്റ എന്ന് പറഞ്ഞ റേഡിയൻ മെഷർ ഈ സെന്ററിൽ ഉണ്ടാക്കുന്നത് ഏത് ആംഗിളാണ്? ഏത് ആർക്കാണ്? ഈ വലിയ ആർക്ക്. ഈ ആർക്ക് അതിൻ്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. മനസ്സിലായോ? ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ റേഡിയൻ മെഷറാണ് തീറ്റ എന്നർത്ഥം. ഒന്നുകൂടെ പറയാം, L എന്നുള്ള ഒരു ആർക്ക് ആ ആർക്കുള്ള വൃത്തത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ റേഡിയൻ മെഷറാണ് തീറ്റ. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ എല്ലും ആറും തീറ്റയും തമ്മിലുള്ള ബന്ധമായി. ബന്ധമായിട്ടില്ല, ആ ബന്ധമാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എൽ എന്ന് പറഞ്ഞാൽ അത് ആർക്കാണെന്ന് അർത്ഥം. ആർക്ക്, ആ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, തീറ്റ. ഇനി ഇത് 2 ചിത്രം കൊണ്ട് ഒരു ചിത്രം കൊണ്ട് വരച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്തൊരു കണക്ട് ചെയ്യേണ്ട. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഇൻ റേഡിയൻ മെഷർ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇനി എന്താ ഇത് തമ്മിലുള്ള ബന്ധം നോക്കുക. എല്ലിൽ എത്ര ആർ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കൂ. ഇവിടെ ഈ ഉദാഹരണത്തിൽ ഒരാർ, അടുത്ത ഈ 2 ആറും കൂടെ കൂടിയ മൊത്തം എല്ല് കിട്ടിയില്ലേ? അപ്പം എല്ലിൽ എത്ര എല്ല് എന്നുള്ള ആർക്ക് സെൻറ്റർ ഉണ്ടാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും? സെൻറ്റർ ഉണ്ടാക്കിയ ആംഗിൾ എത്ര കിട്ടി? 2 റേഡിയൻ കിട്ടി. ഒരു റേഡിയൻ 2 റേഡിയൻ 1 + 1 2 റേഡിയൻ. ഇത് മൊത്തം ആംഗിൾ ഇവിടെ 1 റേഡിയൻ, ഇവിടെ 1 റേഡിയൻ, 2 റേഡിയനാണ് കിട്ടിയത്. ആ 2 റേഡിയൻ എങ്ങനെയാണ് കിട്ടിയത്? എൽ എന്നുള്ള ആർക്കിൽ എത്ര ആറുണ്ടെന്ന് നോക്കുക. ഇവിടെ 1 ആർ, ഇവിടെ 2 ആർ. അപ്പോൾ എൽ എന്നുള്ള ആർക്കിൽ എത്ര ആറുകളുണ്ടെന്ന് എങ്ങനെയാണ് നോക്കുക? അതിനെങ്ങനെ നോക്കുക? L/R ചെയ്താൽ അത്രയറിയും. L/R കിട്ടിയാൽ അതായിരിക്കും റേഡിയൻ. ഇവിടെ എന്ത് കിട്ടും? L/R. L/R എത്ര ഉണ്ട്? 2 ഉണ്ട്. =2 റേഡിയൻ. ഈ 2 റേഡിയനാണ് തീറ്റ എന്ന് പറയുക എന്നർത്ഥം.
മനസ്സിലായോ? അപ്പോൾ L/R ആയിരിക്കും തീറ്റ എന്നർത്ഥം. L/R ആയിരിക്കും തീറ്റ എന്നർത്ഥം. അതായത് ഇനി നിയമം പഠിക്കാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ എക്സാമ്പിൾ കണ്ടിട്ട് ഇതാണ് ബന്ധം എന്ന് മനസ്സിലാക്കി. ആ ബന്ധം നമുക്കിവിടെ എഴുതാൻ. തീറ്റ, ലെറ്റ് തീറ്റ ദ ആംഗിൾ ഇൻ റേഡിയൻ മെഷർ. ആംഗിളിൻ്റെ റേഡിയൻ മെഷർ, ഇത് ഡിഗ്രി മെഷർ കൊടുത്താൽ ഈ നിയമം ബാധകമാകില്ല എന്നർത്ഥം. ഈ അഥവാ ഡിഗ്രി മെഷർ തന്നിരിക്കുന്ന വെച്ചാൽ ഡിഗ്രി മെഷറിനെ ഏതിലേക്ക് മാറ്റണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ അങ്ങനെയാണ് ഈ നിയമം ബാധകമാകും. അതായത് ആംഗിൾ എപ്പോഴും റേഡിയൻ മെഷറിൽ പറയണം. ഈ നിയമം ബാധിക്കണമെങ്കിൽ എന്നർത്ഥം. അപ്പോൾ തീറ്റ ആംഗിൾ ഇൻ റേഡിയൻ മെഷർ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ആർക്ക്. ഇതാണെങ്കിൽ L/R ഈക്വൽ ടു തീറ്റ. L/R ഈക്വൽ ടു തീറ്റ. കാരണം ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 2 റേഡിയൻ. ഈ പ്രത്യേക ഉദാഹരണത്തിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 2 റേഡിയനാണ്. പക്ഷേ ഇത് ജനറലായിട്ട് പറയാം L/R ഈക്വൽ ടു തീറ്റ എന്ന്. ഇതിപ്പോൾ 2 റേഡിയൻ, L/R 2 2 റേഡിയൻ, 1.5 വരണം വെച്ചാൽ 1.5 റേഡിയൻ, L/R ഹാഫ് ആർ വെച്ചാൽ ഹാഫ് റേഡിയൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് കണക്കാക്കുക. അപ്പോൾ L ഈക്വൽ ടു, അപ്പോൾ L/R ഈക്വൽ ടു തീറ്റ. ഈ R ഇങ്ങോട്ട് വരും. ഈ ഈക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് R കൊണ്ടുപോകുമ്പോൾ R എന്നുള്ളത് ഇൻറ്റു R ആവും. അപ്പോൾ L ഈക്വൽ ടു R തീറ്റ എന്ന് വരും. L/R ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നത് എളുപ്പത്തിൽ പറയാൻ എന്താണെന്നല്ല വെച്ചാൽ ആറിനെ കൊണ്ടുവരിക. അപ്പോൾ R ഇൻറ്റു R വരും. അപ്പോൾ L ഈക്വൽ ടു R തീറ്റ. ഈ നിയമം വളരെ പ്രധാനമാണ്. L ഈക്വൽ ടു R തീറ്റ എന്നുള്ള നിയമം. ഈ നിയമത്തിൽ L എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ലെങ്ത് ഓഫ് ആർക്ക്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് L. L സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ആ ആംഗിൾ ഏത് യൂണിറ്റിൽ ആ ആംഗിൾ കണക്കാക്കേണ്ടത്? ആംഗിളിൽ കണക്കാക്കേണ്ട യൂണിറ്റ് റേഡിയനാണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇൻ റേഡിയൻ മെഷറാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം ഈ നിയമം ഉപയോഗിക്കുന്നത് 9ാമത്തെ നിയമമായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി അടുത്ത സബ് ഹെഡിങ് നോക്കൂ. റേഡിയൻ മെഷറിൽ ആദ്യത്തെ സബ് ഹെഡിങ് കഴിഞ്ഞു. ദ റിലേഷൻ ബിറ്റ്വീൻ L/R ആൻഡ് തീറ്റ കഴിഞ്ഞു. ഇനി അടുത്തത് യൂണിറ്റ് സർക്കിൾ എന്താണ്? ദ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണെങ്കിൽ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാന്നർത്ഥം. ഒരു യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ ആകാം, 1 കിലോമീറ്റർ ആകാം, 1 മീറ്റർ ആകാം, 1 ഫൂട്ടാകാം, പല അളവും വരാം. പക്ഷെ 1 യൂണിറ്റ് ആവണം. അങ്ങനെ 1 യൂണിറ്റുള്ള ഒരു സർക്കിൾ, 1 യൂണിറ്റ് റേഡിയസ് ലെങ്ത്ത് ഒരു യൂണിറ്റ് വരുന്നതിനാണ് ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറയുക. അത്രേ ഉള്ളൂ യൂണിറ്റ് സർക്കിൾ എന്നുള്ള നിർവചനം. ഇതാ നോക്കൂ. ദ സർക്കിൾ ഓഫ് റേഡിയസ് 1 യൂണിറ്റ്, അതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണെങ്കിൽ ഈസ് കാൾഡ് യൂണിറ്റ് സർക്കിൾ. ഓക്കെ. ഇനി യൂണിറ്റ് സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ റേഡിയൻ മെഷർ ആദ്യം ഇങ്ങനെ നിർവചിച്ചു. ഇതേ റേഡിയൻ മെഷർ തന്നെ യൂണിറ്റ് സർക്കിളിൻ്റെ എന്ന ആശയം, യൂണിറ്റ് സർക്കിൾ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റേഡിയൻ മെഷറിനെ നിർവചിക്കുന്നതാണ്. ഇനി രണ്ടും മനസ്സിലാക്കാൻ സൗകര്യമാണ്. 6 എന്നുള്ള സ്ഥാനത്ത് 1 കൊടുക്കും എന്നർത്ഥം. ഇവിടെ 6 കൊടുത്തു, ഇവിടെ 6 കൊടുത്തു. ഇവിടെ യൂണിറ്റ് സർക്കിൾ ഇതാ വരച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റ് സർക്കിൾ ഇതാ വരച്ചിരിക്കുന്നു. ഒരു സർക്കിൾ അതിന് 1 യൂണിറ്റാണ് റേഡിയസ്. അങ്ങനത്തെ സർക്കിളാണ് യൂണിറ്റ് സർക്കിൾ. ആ യൂണിറ്റ് സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റേഡിയനെ ഡിഫൈൻ ചെയ്യുന്നു? അത് ഡിഫൈൻ ചെയ്യുന്ന രീതി നോക്കൂ. റേഡിയൻ മെഷർ, ഇവിടെ പറഞ്ഞിട്ട് റേഡിയൻ മെഷർ ഇവിടെ രണ്ടാമത്തെ ഡെഫിനിഷനാണ്. ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ. ഈ ആംഗിൾ, the angle subtended at the center by an arc of length 1 unit. 1 യൂണിറ്റ് ആർക്കിൻ്റെ ലെങ്ത് 1 യൂണിറ്റ്. ഏത് സർക്കിളായിരിക്കണം? അത് അവസാനം പറയുന്നത്. 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ അതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആകണ്ടേ? അപ്പോൾ റേഡിയസ് 1 യൂണിറ്റ് ആയ ഒരു സർക്കിളിൽ, ഇത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ റേഡിയസ് 1 യൂണിറ്റ് ആയ ഒരു സർക്കിളിൽ ആ റേഡിയസിൻ്റെ അതേ 1 യൂണിറ്റ് തന്നെയുള്ള ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനാണ് 1 റേഡിയൻ എന്ന് പറയുക എന്നർത്ഥം.
അതിങ്ങനെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ പറയണം അർത്ഥം. ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ ഈസ് സെറ്റ് ടു ഹാവ് എ മെഷർ ഓഫ് 1 റേഡിയൻ എന്ന് പറയാം എന്നർത്ഥം. അതായത് ഒരു റേഡിയനെ ഡിഫൈൻ ചെയ്യുന്നത് മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ എന്ത് പറയാം, ഒരു യൂണിറ്റ് സർക്കിളിൽ, അപ്പോൾ റേഡിയസ് 6 ആയല്ലോ, അല്ല റേഡിയസ് 1 ആയല്ലോ. യൂണിറ്റ് സർക്കിളിന് റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിനാണ് പറയുക യൂണിറ്റ് സർക്കിൾ. ഒരു യൂണിറ്റ് സർക്കിളിൽ ഒരു യൂണിറ്റ് തന്നെയാണ് ആർക്ക്, ഒരു യൂണിറ്റ് നീളമുള്ള ഒരു ആർക്ക്, ആ സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിനാണ് 1 റേഡിയൻ എന്ന് പറയുക എന്നർത്ഥം. അപ്പോൾ റേഡിയനെ 2 രീതിയിൽ നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 6 പറഞ്ഞിടത്ത് R എന്നുള്ള റേഡിയസ് 6 തന്നെ ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 റേഡിയൻ. ഇവിടെ റേഡിയസ് 1 ആകുമ്പോൾ ആ ലെങ്ത്തിന് ഇവിടെ കൊടുത്താൽ 6 കൊടുത്തു, ഇവിടെയും കൊടുത്തു, അപ്പോൾ 1 റേഡിയൻ കിട്ടി. അത്രയുള്ള അർത്ഥം. അപ്പോൾ 2 രീതിയിൽ നിർവചിക്കാമെന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ മനസ്സിലാക്കി നമ്മൾ? റേഡിയൻ മെഷർ എന്താണെന്ന് മനസ്സിലാക്കി, റിലേഷൻ ബിറ്റ്വീൻ L, R ആൻഡ് തീറ്റ മനസ്സിലാക്കി, യൂണിറ്റ് സർക്കിൾ എന്താണെന്ന് മനസ്സിലാക്കി. യൂണിറ്റ് സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തിനെ റേഡിയൻ മെഷറിനെ അപഗ്രഥിച്ചു. അപ്പോൾ നോക്കൂ, യൂണിറ്റ് സർക്കിൾ 2 റേഡിയസ്, ഇവിടെ ആർക്കിൻ്റെ നീളവും 1 യൂണിറ്റ്, ഇതൊന്ന്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ആംഗിളാണ് 1 റേഡിയൻ. അപ്പോൾ അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് റിയൽ നമ്പേഴ്സ്. റേഡിയൻ മെഷർ, ആംഗിളിൻ്റെ റേഡിയൻ മെഷറും റിയൽ നമ്പറുമായിട്ടുള്ള ബന്ധം എന്താണ്? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഏതാണ്ട് എല്ലാ സംഖ്യകളും വരും. അതായത് പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ, ഫ്രാക്ഷൻസ്, ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ വരും. അതാണ് റിയൽ നമ്പർ. ഈ റിയൽ നമ്പറും റേഡിയൻ മെഷറും തമ്മിലുള്ള ബന്ധം, റിയൽ നമ്പർ ആൻഡ് റേഡിയൻ മെഷർ, റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ മെഷർ ആൻഡ് റിയൽ നമ്പർ. റേഡിയനും റിയൽ നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കാം നമുക്ക്. ശ്രദ്ധിക്കൂ, ഒരു ചിത്രം പറയുന്നത്. ഇനി ആദ്യത്തെ വരി ശ്രദ്ധിക്കൂ. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ. ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ OA എന്ന് പറയുന്നത്, ഒയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് യൂണിറ്റ് ആണെന്നർത്ഥം. ഒരു യൂണിറ്റ് ആണെന്നർത്ഥം. ഒരു യൂണിറ്റ് റേഡിയസിന് ലെങ്ത് ഉള്ള സർക്കിളിനാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുക. അപ്പോൾ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെന്നർത്ഥം. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ. O എന്നുള്ള സെൻറ്ററുള്ള ഒരു സർക്കിളാണിത്. അതൊരു യൂണിറ്റ് സർക്കിളുമാണ്. അപ്പോൾ യൂണിറ്റ് സർക്കിൾ എന്നുള്ള ആശയത്തിന് മീതെ അത് പഠിക്കണം എന്നർത്ഥം. അടിയിൽ യൂണിറ്റ് സർക്കിൾ എന്നുള്ള ആശയം ഉണ്ടെന്നർത്ഥം. അപ്പോൾ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് ലെറ്റ് OA ബി ദ ഇനീഷ്യൽ സൈഡ് ഓഫ് ദ ആംഗിൾ. OA എന്ന് പറയുന്നത് ഒയിൽ നിന്ന് എയിലേക്കുള്ള ഇത് ഇനീഷ്യൽ സൈഡ് ഓഫ് എൻ ആംഗിൾ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ കണക്കാക്കുന്നത് എങ്ങനെയപ്പോൾ, ഇങ്ങനെ ഒരു ഇനീഷ്യൽ സൈഡ് വയ്ക്കുന്നത്, ആ സൈഡിനെ ഇങ്ങനെ O കേന്ദ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ കറക്കും, അങ്ങനെയല്ലേ? അതിൽ OA ആണ് ഇനീഷ്യൽ സൈഡ് എന്നർത്ഥം. പിന്നെ അങ്ങനെ കറങ്ങിയിട്ട് നിൽക്കുന്ന സ്ഥലത്തിന് എന്താ പറയുക? ടെർമിനൽ സൈഡ് എന്ന് പറയും. അങ്ങനെയാണല്ലോ ആംഗിൾ കണക്കാക്കുക. OA എന്നുള്ള ഇനീഷ്യൽ സൈഡ്, ഇതാണ് OA. അതിനെ ഇങ്ങനെ കറക്കും. എന്നിട്ട് വേറൊരു ബിന്ദുവിലെത്തുമ്പോൾ ഇത് ഈ ഫൈനൽ പൊസിഷന് ടെർമിനൽ സൈഡ് എന്ന് പറയും. ഇത് ഇനീഷ്യൽ സൈഡ് ആണെന്ന് ഇരിക്കട്ടെ. OA എന്ന് പറയുന്നത് ഇനീഷ്യൽ സൈഡ് ആണെന്ന് ഇരിക്കട്ടെ, അതാണ് പറഞ്ഞത്. ലെറ്റ് OA ബി ദ ഇനീഷ്യൽ സൈഡ് ഓഫ് ദ ആംഗിൾ. ആംഗിളിൻ്റെ ഇനീഷ്യൽ സൈഡ് ആണെന്ന് ഇരിക്കട്ടെ. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സൈഡിനും ഫൈനൽ സൈഡിനും ഇടയ്ക്കുള്ള അളവിനെയാണ് ആംഗിൾ എന്ന് പറയുക. ഇനീഷ്യൽ സൈഡിനും ഫൈനൽ സൈഡിനും അല്ല ടെർമിനൽ സൈഡിനും, ഇനീഷ്യൽ സൈഡിനും ടെർമിനൽ സൈഡിനും ഇടയ്ക്കുള്ള അളവിനെയാണ് എന്ത് പറയുക? ആംഗിൾ എന്ന് പറയാം. അപ്പോൾ OA ഇനീഷ്യൽ സൈഡ് ആണ് ഇരിക്കട്ടെ. ഇനി കൺസിഡർ PAQ which is tangent to circle A. PAQ എന്ന് കൺസിഡർ ചെയ്യുക. ഏതാ PAQ? PAQ ഒരു ലൈനാണ്. PAQ ഒരു ലൈൻ. PAQ എന്നൊരു ലൈനാണ്. കൺസിഡർ PAQ പരിഗണിക്കുക. വിച്ച് ഇസ് ടാൻജന്റ് ടു ദ സർക്കിൾ. ഇത് സർക്കിളിന് ടാൻജന്റ് ആണ് അർത്ഥം. ഈ സർക്കിളിന് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സർക്കിളിനും ഈ ലൈനിനും പൊതുവായ ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇവിടെ ഏതാ ബിന്ദു ഉള്ളത്? A എന്ന് പറഞ്ഞൊരു ബിന്ദുവേ ഉള്ളൂ. O സെന്ററായിട്ടുള്ള സർക്കിളിനും PAQ എന്നുള്ള ലൈനിനും പൊതുവായ ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ, A എന്നുള്ള ബിന്ദു. മനസ്സിലായോ?
അങ്ങനെയുള്ള ലൈനിനെ പറയാം ടാൻജന്റ്. അപ്പോൾ പറയൂ PAQ which is tangent to the circle. ഈ OA which is tangent to the circle at A. ഈ സർക്കിളിനെ O കേന്ദ്രമായി സർക്കിളിനെ A എന്നുള്ള പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണ്. ആ A എന്നുള്ള പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആണ് PAQ എന്നർത്ഥം. അതാണ് പറയുന്ന അർത്ഥം. കൺസിഡർ PAQ which is tangent to the circle at A. സർക്കിളിന് അറ്റ് എയിലൂടെയുള്ള ടാൻജന്റ് ആണ് അത് എന്നർത്ഥം. ഏത് PAQ എന്ന് പറഞ്ഞ ലൈൻ. ലെറ്റ് പോയിന്റ് A represent the real number 0. പോയിന്റ് A എന്നത് റിയൽ നമ്പർ 0നെ കുറിക്കുന്നു. ഈ പോയിന്റ് A എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആണെന്ന് അർത്ഥം. 0 ആണെന്നർത്ഥം. 0 എന്ന് പറഞ്ഞ റിയൽ നമ്പർ ആണെന്ന് അർത്ഥം. ലെറ്റ് പോയിന്റ് A represent the real number 0. ഈ O എന്ന് പറഞ്ഞ് ഇവിടെ 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് O ആണ്, ഇത് A, ഇത് 0. ഈ A എന്ന് പറയുന്നത് 0 ആണെന്ന് അർത്ഥം. സേ പോയിന്റ് A represent the real number 0. 0 എന്നുള്ള റിയൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാണ് A എന്നുള്ള പോയിന്റ് എന്നർത്ഥം. AP represent the positive real number. AP represents the positive real numbers. AP എന്ന് പറഞ്ഞ ലൈൻ, ഇത് എയിൽ നിന്ന് പിയിലേക്കുള്ള ലൈൻ, അതെന്തിനെ സൂചിപ്പിക്കുന്നു? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇതാ പോസിറ്റീവ് 1, പോസിറ്റീവ് 2 അങ്ങനെയുള്ള റിയൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കുക. അതങ്ങനെ നീണ്ടു പോകുന്നുണ്ട്, മുകളിലേക്ക് നീണ്ടു പോകുന്നുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് നീണ്ടു പോകും. അപ്പോൾ ആ OA എന്ന് പറഞ്ഞ ലൈനാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. AP represent the positive real numbers and AQ represents the negative real numbers. AQ എന്ന് പറഞ്ഞ രേഖ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനെയും സൂചിപ്പിക്കുന്നു. -1, -2 എന്നുള്ള നീണ്ടുപോകുന്ന -1, -2, -3 എന്നുള്ള നമ്പേഴ്സിനൊക്കെ സൂചിപ്പിക്കുന്നു. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് അതിനെ സൂചിപ്പിക്കുന്നു. ഇഫ് വി റോപ്പ് ദ ലൈൻ AP, നമ്മൾ ഒരു ലൈനെ റോപ്പ് ചെയ്യുക. ഏത് ലൈന്? AP റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റുക. ഈ AP എന്ന് പറഞ്ഞ ലൈൻ, ഇതാ ലൈൻ AP, ഈ ലൈനെ ഇങ്ങനെ ചുറ്റുക. ഇതിനെ എവിടേക്ക് ചുറ്റുക? ഈ സർക്കിളിലേക്ക് ചുറ്റുക. ഇതിങ്ങനെ വളച്ചുകൊണ്ട് കൊണ്ടുവരിക. ഇതിങ്ങനെ നീണ്ടുപോകണം. അപ്പൊ ഇതിങ്ങനെ ചുറ്റി ചുറ്റി വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ചുറ്റുമ്പോൾ, അതാ പറഞ്ഞത് ഇഫ് വി റോപ്പ് ദ ലൈൻ AP എന്നുള്ള ലൈനിനെ എവിടേക്കാ ചുറ്റുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ AP എന്നുള്ള ലൈന് ഈ ഡയറക്ഷന് ആന്റി ക്ലോക്ക് വൈസ് ഇതാണ്. ഈ ഡയറക്ഷൻ എന്ന് പറയാം എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ AP ചുറ്റുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഏതിനാ ചുറ്റുന്ന? ഈ സർക്കിളിന് ചുറ്റും, ഈ O കേന്ദ്രമായ സർക്കിളിന് ചുറ്റും ചുറ്റുക. ഏത്? ഈ AP എന്നുള്ള ലൈന്. അങ്ങനെ AP ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, AP ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റുമ്പോ ആൻഡ് AQ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതിനെ ഇങ്ങോട്ട് ചുറ്റാം, ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഈ AQവിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റുകയാണെങ്കിൽ, അങ്ങനെ ചുറ്റിയെന്ന് വിചാരിക്കാം, ചുറ്റുകയാണെങ്കിൽ AQ in clockwise direction, then every real number will correspond to radian measure. നോക്കി നോക്കൂ. അപ്പോൾ ഈ ഇതിങ്ങനെ ചുറ്റി വിചാരിക്കാം, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഏതിനെ? AP ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഇതിലേക്ക് ചുറ്റി എന്ന് വിചാരിക്കാം. അപ്പൊ ഏറെക്കുറെ ഈ 1 എന്നുള്ള സംഖ്യ എവിടെ വരും? പോസിറ്റീവ് 1 എവിടെ വരും? ഏറെക്കുറെ എവിടെ വരും? അല്ലേ? 2 എവിടെ വരും? ഏറെക്കുറെ എവിടെ വരും? ഇത് ഇവിടെ വരും, മറ്റത് ഇവിടെ വരും. അപ്പൊ നോക്കി നോക്കൂ, ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. ആദ്യം പറഞ്ഞത് യൂണിറ്റ് സർക്കിൾ, OA എന്ന് പറഞ്ഞ യൂണിറ്റ് സർക്കിൾ. ആ യൂണിറ്റിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ യൂണിറ്റ് എത്ര? 1 എന്ന് പറഞ്ഞ യൂണിറ്റ് എന്താണ്? 0, 1. ഇതാണ് ഒരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്. എന്ത്? ഓരോ ആളും ഓരോ യൂണിറ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ അതേ യൂണിറ്റ് തന്നെ ഈ ലൈനും വരച്ചിരിക്കുന്നത്. യൂണിറ്റ് സർക്കിൾ എടുക്കാൻ ഏത് യൂണിറ്റ് ആണ് എടുത്തത്, അതേ യൂണിറ്റ് തന്നെ എന്ത് വരച്ചിരിക്കുന്നത്? ഇതിന്റെ ടാൻജന്റ് ആയ PAQ എന്നുള്ള ലൈൻ വരച്ചിരിക്കുന്നത് അതേ യൂണിറ്റിലാണ്. അപ്പൊ ഈ ഓരോ അളവും 0, 1 എന്ന് പറഞ്ഞ അളവ് ഒരു യൂണിറ്റ് ആണ്, 1, 2 എന്ന് പറഞ്ഞ അളവ് ഓരോ യൂണിറ്റ് ആണ് നമ്മൾ അകലെന്ന് അർത്ഥം. അപ്പൊ ആ യൂണിറ്റ് ഇവിടെ വരും.
അപ്പൊ ഇവിടെ ഒരു 1 വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ 1 റേഡിയസ്. ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ 1 റേഡിയസ്. ഇതൊന്ന്. അതാണ് യൂണിറ്റ് സർക്കിൾ ആദ്യം വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ എന്ത് വരും? ഡ്രോപ്പ് ചെയ്യുമ്പോ ഇത് 1 വരും. ഈ അളവ് 1 വരും. ഒരു റേഡിയസ്, ഒരു യൂണിറ്റ് റേഡിയസ് അതേ ഒരു യൂണിറ്റിന് ആർക്ക് ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? 1 റേഡിയൻ ഉണ്ടാവും. 1 വരുമ്പോൾ 1 റേഡിയൻ ഉണ്ടാവും. 2 ഇവിടെ വരുമ്പോൾ എത്ര റേഡിയൻ ഉണ്ടാവും? ഇവിടെ 2 വരുന്നുണ്ട്. അപ്പൊ എത്ര റേഡിയൻ ഉണ്ടാവും? ഇത് 1 റേഡിയനും കൂടി ഉണ്ടാവും. 1 റേഡിയനും കൂടി. ഈ 1 റേഡിയനും കൂടി മൊത്തം എത്ര റേഡിയൻ ഉണ്ടാവും? 2 റേഡിയൻ ഉണ്ടാവും. അങ്ങനെ റേഡിയൻസ് വരുന്ന അർത്ഥം. ആന്റി ക്ലോക്ക്വൈസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എവറി റിയൽ നമ്പർ, ഓരോ റിയൽ നമ്പറും വിൽ കറസ്പോണ്ട് ടു റേഡിയൻ മെഷർ. 1 റേഡിയനാണ്, 2 റേഡിയനാണ്. 1 റേഡിയൻ, ഇത് 1 റേഡിയൻ പ്ലസ് 1 റേഡിയൻ, 2 റേഡിയൻ ആയില്ലേ? 2 റേഡിയൻ. അതേപോലെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാവുമ്പോൾ പോസിറ്റീവ് റിയൽ നമ്പർ ഒക്കെ ഏത് നില വരും? കറസ്പോണ്ട്, ഒന്നിനോട് യോജിക്കുന്നു. ഏതുമായിട്ട്? റിയൽ നമ്പർ റേഡിയൻ മെഷറുമായി യോജിക്കുന്നു. കറസ്പോണ്ട് ടു റേഡിയൻ മെഷർ ആൻഡ് കൺവേഴ്സിങ്, അതും പറയുന്നുണ്ട്. റേഡിയൻ മെഷർ ആൻഡ് കൺവേഴ്സ്, അത് തിരിച്ചും. അതായത് ഓരോ റിയൽ നമ്പറും റേഡിയൻ മെഷറിനോട് യോജിക്കുന്നു. 1 എന്നുള്ള റിയൽ നമ്പർ 1 എന്നുള്ള റേഡിയൻ മെഷറിനോട് യോജിക്കുന്നു. 2 എന്നുള്ള റിയൽ നമ്പർ 2 എന്നുള്ള റേഡിയൻ മെഷറിനോട് യോജിക്കുന്നു. അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സ് അതേപോലെ -1 എന്നുള്ള റിയൽ നമ്പർ -1 എന്നുള്ള റേഡിയൻ മെഷർ നെഗറ്റീവ് ആവുമ്പോൾ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ചുറ്റുമ്പോൾ AQ ക്ലോക്ക്വൈസിലാണ് ചുറ്റുന്നത്. AQ ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. അപ്പൊ AQ ക്ലോക്ക്വൈസ് ചുറ്റുമ്പോൾ ഈ ഡയറക്ഷനിലാണ് ചുറ്റുന്നത്. അപ്പൊ ഇത് ചുറ്റുമ്പോൾ 1 എന്നുള്ളത് -1 എന്നുള്ളത് ഇവിടെ വരും, ഏറെക്കുറെ ഇവിടെ വരും. അപ്പൊ -1 എന്നുള്ളത് -1 റേഡിയൻ വരും. ഇവിടെ -1 വരുമ്പോൾ ഇവിടെ -1 റേഡിയൻ വരും. അപ്പോൾ ഓരോ റിയൽ നമ്പറും ഏതിന് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓരോ റിയൽ നമ്പറും റേഡിയൻ മെഷറിന് ബന്ധം, ഒരേ റിയൽ നമ്പർ അതേ റേഡിയൻ മെഷറിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാ പറഞ്ഞത്, if we drop the line AP in the anti-clockwise direction and line AQ in the clockwise direction, then every real number will correspond to radian measure and conversely തിരിച്ചു. റിയൽ നമ്പർ റേഡിയൻ മെഷറുമായും റേഡിയൻ മെഷർ റിയൽ നമ്പറുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കൺവേഴ്സിൽ നിന്ന് തിരിച്ചു പറയാനർത്ഥം. അപ്പോൾ റിയൽ നമ്പർ റേഡിയൻ മെഷറുമായിട്ട് ബന്ധമുണ്ട്. കൺവേഴ്സിൽ നിന്ന് റേഡിയൻ മെഷർ റിയൽ നമ്പറുമായിട്ട് ബന്ധം കാണിക്കും. തിരിച്ചും ബന്ധമുണ്ടെന്നർത്ഥം. Thus radian measures and real numbers. അങ്ങനെ റേഡിയൻ മെഷേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ്, റേഡിയൻ മെഷേഴ്സും റിയൽ നമ്പേഴ്സും can be considered as പരിഗണിക്കാം. എങ്ങനെ പരിഗണിക്കാം? as one and the same, ഒരേ സാധനങ്ങളായി പരിഗണിക്കാം എന്നർത്ഥം. കാരണം റിയൽ നമ്പറിന് കറസ്പോണ്ടായിട്ട് എന്തുണ്ട്? റേഡിയൻ മെഷർ ഉണ്ട്. റേഡിയൻ മെഷറിന് കറസ്പോണ്ടായിട്ട് എന്തുണ്ട്? റിയൽ നമ്പർ ഉണ്ട്. അതായത് രണ്ടിനും ഒന്നായി പരിഗണിക്കാൻ എന്നർത്ഥം. പരിഗണിക്കാവുന്നതാണ് അർത്ഥം. റേഡിയൻ മെഷറും റിയൽ നമ്പറും പരിഗണിക്കാവുന്നതാണ്. എങ്ങനെ? ആസ് വൺ ആൻഡ് ദ സെയിം, ഒരേ സാധനമായി പരിഗണിക്കാം എന്നർത്ഥം. അതാണ് ഈ റേഡിയൻ മെഷറിൽ നമ്പേഴ്സിനെ ആംഗിൾ റേഡിയൻ മെഷർ അളക്കുമ്പോഴുള്ള ഗുണം അതാണ്. അതായത് ഓരോ നമ്പറിനും കറസ്പോണ്ടായിട്ട് ഒരു റിയൽ നമ്പർ ഉണ്ട്. ഓരോ റിയൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു റേഡിയൻ മെഷറും ഉണ്ട്. അപ്പോൾ അത് ഈ സെക്ഷൻ ഇതോടുകൂടി കഴിയാണ്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ ഈ സെഷൻ നമുക്കിവിടെ അവസാനിക്കാം.